ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി മാർക്കറ്റിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, എന്താണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, നമുക്കറിയാം സെക്കൻഡറി മാർക്കറ്റ് പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സെക്കൻഡറി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രധാന പ്രവൃത്തിയാണ്, പ്രോസസ്സാണ് എന്നറിയപ്പെടുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ ഓവർ സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ. കൺട്രോൾ ഓവർ സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന 3 പ്രക്രിയകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത് ഏതായിരുന്നു? റെക്കഗ്നിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അംഗീകാരം നൽകുന്നത്. രണ്ടാമത്തത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരുന്നു. മൂന്നാമത് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്നറിയപ്പെടുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ലിസ്റ്റിംഗ് മീൻസ്, ലിസ്റ്റിംഗ് എന്നതുകൊണ്ട് അറിയപ്പെടുന്നത് എൻറോൾമെന്റ് ഓഫ് എ നെയിം, ഒരു പേര് കൂട്ടിച്ചേർക്കലാണ്, എഴുതി ചേർക്കലാണ്, എൻറോൾ ചെയ്യലാണ്. ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ പേര് കൂട്ടിച്ചേർക്കലാണ്, എഴുതി ചേർക്കലാണ്. ഇൻ ആൻ ഒഫീഷ്യൽ ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ, ഒരു രേഖയിൽ, ഒരു ലിസ്റ്റിൽ ഒരു കമ്പനിയുടെ പേര് എഴുതി ചേർക്കലാണ്, എൻറോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ലിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും, ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയായി മാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്തിരിക്കണം? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഏതെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ള സെബിയുടെ അംഗീകാരമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിരിക്കണം? ആ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കണം. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിൽ ആ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ലിസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വ്യാപാരം നടത്തണമെങ്കിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഷെയർ ഡിബഞ്ചറൊക്കെ വിറ്റുകൊണ്ട് കമ്പനിക്ക് ക്യാപിറ്റൽ ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കമ്പനിയുടെ പേര് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിൽ എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ലിസ്റ്റഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അടുത്ത പറഞ്ഞു അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ട്രേഡഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ പേര് ചേർക്കാത്ത കമ്പനികളുടെ സെക്യൂരിറ്റീസിനെ, ഷെയറിനെ, ഡിബഞ്ചറിനെ, ബോണ്ടിനെ ഒന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ വ്യാപാരം നടത്തുവാൻ സാധിക്കില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയറിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയാൽ ആ ഷെയറിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയെ വിളിക്കുന്ന പേര് ലിസ്റ്റഡ് സെക്യൂരിറ്റി എന്നാണ്. ലിസ്റ്റഡ് സെക്യൂരിറ്റി. അപ്പോൾ ലിസ്റ്റ് ചെയ്യാത്തതിനെയോ, ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം, ലിസ്റ്റഡ് സെക്യൂരിറ്റികൾക്ക് മാത്രമേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ട്രേഡ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഷെയർ ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അൺലിസ്റ്റഡ് സെക്യൂരിറ്റി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പേര് ചേർക്കാത്ത, ഒഫീഷ്യൽ ലിസ്റ്റിൽ കമ്പനിയുടെ പേര് ചേർക്കാത്തതായ കമ്പനികൾ ഉണ്ടാവും. ആ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അംഗീകൃതമായിട്ടുള്ള, സെബിയുടെ അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ട്രേഡ് നടത്താൻ, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒന്നും വാങ്ങി വിൽക്കുകയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനിക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്തിരിക്കണം? ആ കമ്പനിയുടെ പേര് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിരിക്കണം? കൂട്ടിച്ചേർത്തിരിക്കണം, എഴുതി ചേർത്തിരിക്കണം.
പിന്നെ പറയുന്നു ലിസ്റ്റിംഗ് ഈസ് കമ്പൾസറി, ലിസ്റ്റിംഗ് നിർബന്ധമാണ് ആർക്കാണ്? ഫോർ ഇഷ്യൂ ഷെയർസ് ടു ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, പ്രോസ്പെക്ടസ് ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും പബ്ലിക് ഇഷ്യൂ വഴി ഫണ്ട് റൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ആ കമ്പനിയുടെ പേര് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ലിസ്റ്റിംഗ് ഈസ് കമ്പൾസറി എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഒരു പ്രൈവറ്റ് കമ്പനി, ഇത്ര മനസ്സിലാക്കുക, ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് വിചാരിക്കുക. പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ, ശ്രദ്ധിക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് പബ്ലിക്കിൽ നിന്നും ആവശ്യമായ പണം, ക്യാപിറ്റൽ ഫോം ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ കമ്പനിയുടെ പേരിന് എന്ത് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാം, എന്നിട്ട് എന്ത് കമ്പനിയായിട്ട് മാറാം? ഒരു പബ്ലിക് കമ്പനിയായിട്ട് മാറാം. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഒരു പബ്ലിക് കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു പബ്ലിക് കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ പറയുന്ന ഇതിലേക്ക് ചെയ്യാൻ സാധിക്കും, ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പബ്ലിക് കമ്പനി എന്ത് ചെയ്യാം? അവരുടെ ഷെയറിനെ, ശ്രദ്ധിക്കുക, ഒരു പബ്ലിക് കമ്പനി അവരുടെ ഷെയറിനെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡ് നടത്താതിരിക്കാം. അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ശ്രദ്ധിക്കുക, ലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്നാണ് വിളിക്കുക. ഇനി ഒരു പബ്ലിക് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അവരുടെ കമ്പനിയുടെ പേര് സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവരെന്ത് വിളിക്കും? അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് വിളിക്കും. അപ്പൊ എന്തായാലും ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അടുത്ത നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. എന്തെല്ലാമാണ് ലിസ്റ്റിംഗിന്റെ ലക്ഷ്യങ്ങൾ? ഓക്കെ, ഒന്നാമത് പറയുന്നത് ക്രിയേഷൻ ഓഫ് റെഡി മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്രീ നെഗോഷ്യബിലിറ്റി ടു സ്റ്റോക്ക് ആൻഡ് ഷെയർസ്. ഒരു കമ്പനിയുടെ സ്റ്റോക്സിന് ഷെയർസിനൊക്കെ എന്ത് ചെയ്യുന്നു? ഈസിലി എന്ത് ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റെഡി മാർക്കറ്റ് തയ്യാറാക്കി കൊടുക്കുക, വിപണനം നടത്തുന്നതിനുള്ള ഒരു സംവിധാനം തയ്യാറാക്കി കൊടുക്കുക, ലിക്വിഡിറ്റി എളുപ്പത്തിൽ വിറ്റ് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുന്നതിനുള്ള സഹായം, അതുപോലെ നെഗോഷ്യബിലിറ്റി പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ലിസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവാണ്. അതായത് നെഗോഷ്യബിൾ ആയിട്ടുള്ള, ലിക്വിഡേറ്റ് ആയിട്ടുള്ള, മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗിൽ പറയുന്നത്. പിന്നെ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, ആളുകളുടെ കയ്യിലുള്ള ഐഡിൽ ഫണ്ട്, വെറുതെ കിടക്കുന്ന ഫണ്ടുകളെ എന്ത് ചെയ്യുക? മൊബിലൈസ് ചെയ്യുക, നേടിയെടുക്കുക, ചാനലൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ലിസ്റ്റിംഗിന്റെ ഭാഗമാണ്. പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്, നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ എൻഷുർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ, ഒരു കമ്പനിയുടെ ഷെയർസിന്റെ പെർഫോമൻസിനെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും ലിസ്റ്റിംഗിലൂടെ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ലിസ്റ്റിംഗിന് മുന്നേ ഒരു കമ്പനിയുടെ ഷെയറിനെ കുറിച്ച് പബ്ലിക്കിനോ മറ്റുള്ള ആളുകൾക്കോ യാതൊരുവിധ ധാരണയുമില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ കമ്പനിക്ക് തന്നെ ധാരണയില്ല ഒരു ഷെയറിന്റെ പെർഫോമൻസ് എങ്ങനെയാണുള്ളത്. പക്ഷേ ലിസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് കമ്പനിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒക്കെ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. ഒരു കമ്പനിയുടെ ഷെയറിനെ, ഒരു കമ്പനിയെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജുകളാണ്, എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത്? ഒന്ന്, ഹൈ ലിക്വിഡിറ്റി കൂടുതലാകും, പെട്ടെന്ന് എന്ത് ചെയ്യാം? വിറ്റ് ക്യാഷ് ആക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് ലിസ്റ്റ് ചെയ്ത ഷെയറുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? വിറ്റ് കാശ് ആക്കുവാൻ സാധിക്കും. കാരണം മാർക്കറ്റബിലിറ്റി ആണ്, പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഹെൽപ്സ് ടു നോ ദ പെർഫോമൻസ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ അതുപോലെ സെക്യൂരിറ്റീസിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കുവാൻ സാധിക്കും. ഗെറ്റ്സ് റെഗുലർ ഇൻഫർമേഷൻ, കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച്, കമ്പനിയുടെ ഷെയർസിന്റെ പെർഫോമൻസിനെ കുറിച്ച്, കമ്പനിയുടെ ക്യാപിറ്റൽ പെർഫോമൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ദിനം എന്ത് ചെയ്യും? നമുക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ ടാക്സ് അഡ്വാൻറ്റേജ്, ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ വിവിധ രീതിയിലുള്ള ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. ടാക്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കും.
അതുപോലെ ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, പ്രോത്സാഹിപ്പിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം കമ്പനികളുടെ ഷെയറുകളും ഡിബഞ്ചറുകളും ഒക്കെ എന്ത് ചെയ്യുക, വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പരിപോഷിപ്പിക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഷെയർ ഒക്കെ പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ടു റൈസ് ഫിനാൻസ്, എളുപ്പത്തിൽ കമ്പനികൾക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഫെയർ പ്രൈസ്, കൃത്യമായ ന്യായമായ വില, ഫെയർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ, ഒരു സെക്യൂരിറ്റിക്ക്, ഒരു ഷെയറിന്, ഒരു ഡിബഞ്ചറിന് ഫെയർ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു വില നിശ്ചയിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയപ്പെടുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയപ്പെടുന്ന എന്താണ്, നമുക്ക് ലോൺ എടുക്കുമ്പോഴോ മറ്റു വായ്പകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാം, വീടിന്റെ ആധാരം പോലെയൊക്കെ. അടുത്ത ലിമിറ്റേഷൻസ് ആണ്, എന്തെല്ലാമാണ് ലിസ്റ്റിംഗ് ചെയ്താൽ ഉണ്ടായേക്കാവുന്ന ലിമിറ്റേഷൻ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ തന്നെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ് ഊഹക്കച്ചവടം. There are so many speculators. There are so many speculators. They are not genuine investors. Genuine ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള നിക്ഷേപകരല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലുള്ളത്. അവരെന്താണ്, സ്പെക്കുലേറ്റേഴ്സ് ആണ്, ഊഹക്കച്ചവടക്കാരാണ്. They holding shares for short term benefit. ഷോർട്ട് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കാലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ഷെയർസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നോ റെഗുലർ പ്രൈസ് കോഡിംഗ്, കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് പ്രൈസ് കോഡിംഗ് ഒന്നും ഷെയറിനില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പോരായ്മയാണ്. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ലിസ്റ്റിംഗ് ഫീസ്, ഒരു കമ്പനിക്ക് തങ്ങളുടെ കമ്പനിയുടെ പേര് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തായിരിക്കണം, ലിസ്റ്റിംഗ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച്, ഒരു കമ്പനിയുടെ പ്രധാന തീരുമാനങ്ങളെ കുറിച്ച്, ഒരു കമ്പനി എന്തൊക്കെയാണ് ഡിസിഷൻ എടുത്തുള്ളത്, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആർക്കറിയാൻ സാധിക്കും, കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യും, അറിയാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. അത് ലാസ്റ്റ് വൺ വി ആർ മൂവിംഗ് ടു ഡീലിസ്റ്റിംഗ്. ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. ലിസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു, ഒരു കമ്പനിയുടെ നെയിം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിലേക്ക് എൻറോൾ ചെയ്യുന്ന പ്രക്രിയയാണ്. ഡീലിസ്റ്റിംഗ് എന്നാലോ ജസ്റ്റ് ഓപ്പോസിറ്റ്, ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ നെയിമിനെ എന്ത് ചെയ്യുക, അവിടെ നിന്നും എടുത്ത് ഒഴിവാക്കുക, ഡീലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് തരത്തിലുണ്ട് ഡീലിസ്റ്റിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വോളണ്ടറി ഓർ കമ്പൾസറി ഡീലിസ്റ്റിംഗ്. വോളണ്ടറി ആയിട്ട് സ്വമേധയാ എന്ത് ചെയ്യാം, ഒരു കമ്പനിക്കോ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർക്കോ ഒരു കമ്പനിയുടെ അക്വയറർക്കോ എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അപേക്ഷ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ കമ്പനിയുടെ ഷെയറിന് എന്ത് ചെയ്യാം, ഡീലിസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ അക്വയറർ നേടിയെടുക്കുന്ന ആള്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, സ്വമേധയാ എന്ത് ചെയ്യാം, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഒരു കമ്പനിയുടെ പേരിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്നും ഒരു കമ്പനിയുടെ പേരിന് എന്ത് ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ളതാണ്. അത് വളണ്ടറിയാണ്. പിന്നെ കമ്പൾസറി ഡീലിസ്റ്റിംഗ് ഉണ്ട്. കമ്പൾസറി, നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഡീലിസ്റ്റ് ചെയ്യുക. ആരാ ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ചെയ്യുന്ന ആരാണ്, ഒരു കമ്പനിയുടെ പ്രൊമോട്ടറോ അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളോ ആണ് ഇവിടെ വളണ്ടറി ഡീലിസ്റ്റിംഗിൽ ഡീലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പൾസറി ഡീലിസ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നു, ഡീലിസ്റ്റിംഗ് ഓഫ് ദി കമ്പനി ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒരു കമ്പനിയുടെ നെയിമിനെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യുന്ന ആരാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഡീലിസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലിസ്റ്റിംഗ് എഗ്രിമെന്റ് പ്രകാരം, ശ്രദ്ധിക്കുക, ലിസ്റ്റിംഗ് എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളിൽ കമ്പനി എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, നോൺ കംപ്ലയൻസ് വിത്ത് ലിസ്റ്റിംഗ് എഗ്രിമെന്റ്, എ കമ്പനി ഫെയിൽസ് ടു non-compliance with ലിസ്റ്റിംഗ് എഗ്രിമെന്റ്, ലിസ്റ്റിംഗ് എഗ്രിമെന്റുമായിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ, എഗ്രിമെന്റ് പ്രകാരം പ്രവർത്തിക്കാതിരുന്നാൽ ഒരു കമ്പനിയെ എന്ത് ചെയ്യാം, ഒരു കമ്പനിയെ ഡീലിസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക്. മിനിമം എത്രയാണ്, മിനിമം എത്ര കാലത്തേക്ക് സസ്പെൻഷൻ കൊടുക്കും, 6 മാസം വരെ സസ്പെൻഷൻ കൊടുക്കും ഒരു കമ്പനിക്ക്. 3 മാസം കഴിഞ്ഞാൽ, 3 മാസത്തിൽ കൂടുതൽ സസ്പെൻഷൻ ആയാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, സെബിയുടെ മുമ്പാകെ എന്ത് ചെയ്യാം, കാരണം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിയറിംഗിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കാം. അങ്ങനെ സെബി എന്ത് ചെയ്യും, ഹിയറിംഗിന് വിളിക്കും.
എന്നിട്ട് കാര്യങ്ങളൊക്കെ ആരാഞ്ഞതിനു ശേഷം തീരുമാനം SEBI എടുക്കുന്നതാണ്. പിന്നെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഷെയർ ഹോൾഡ് ചെയ്യുന്നത് 50%. ഒരു കമ്പനി പബ്ലിക് ഓഫർ വെച്ചു, പബ്ലിക് ഓഫർ വെച്ചതിന്റെ 50% കുറവ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഷെയർസ്, ഒരു കമ്പനിയുടെ ഷെയർ ആൾക്കാരെ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ സാഹചര്യത്തിൽ ഡീലിസ്റ്റിംഗ് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ മിനിമം 1 lakh ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റേഴ്സ് 5 ആളുകളിൽ താഴെയാവുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, 1 lakh ലെ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം 5 ആളുകൾ ബിലോ 5 ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സാഹചര്യത്തിലും ഡീലിസ്റ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, ലിസ്റ്റിംഗിനെ കുറിച്ചാണ്. എന്താണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു, അതുപോലെ ലിസ്റ്റിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ ലിസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, ഗുണങ്ങൾ, അതുപോലെ തന്നെ എന്തെല്ലാമാണ് പോരായ്മകളായിട്ടുള്ളത് ലിസ്റ്റിംഗിന്. ഒരു കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കമ്പനിയെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാമാണ് പോരായ്മകൾ, അതുപോലെ തന്നെ ഡീലിസ്റ്റിംഗ്, ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിൽ നിന്നും എങ്ങനെയാണ് ഒഴിവാക്കുന്നത്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.